നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ചില സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹവും വേണം. ആഗ്രഹത്തോടു കൂടി സ്വപ്നങ്ങളെ പിന്തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാണ്ട് പറ്റും. ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു ഡോക്ടർ ആകണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകണം. ആഗ്രഹത്തോടു കൂടി ഹാർഡ് വർക്ക് ചെയ്യണം. സമൂഹത്തിലുള്ള എല്ലാ ടോപ്പേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പഠിക്കുന്നവർക്ക് മാത്രമേ ഈ MBBS അല്ലെങ്കിൽ എഞ്ചിനീയർ ഒക്കെ ആകാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും പറ്റത്തില്ലെന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. ആ ചിന്താഗതി നിന്നിരുന്ന സമയത്താണ് 35 വർഷങ്ങൾക്ക് മുമ്പ് ദർശന അക്കാദമി എന്ന എൻട്രൻസ് കോച്ചിങ് സെന്റർ വന്നത്. ഓരോ കുഞ്ഞുങ്ങളെയും പേഴ്സണലായിട്ട് കെയർ കൊടുക്കുന്ന സ്ഥലമാണ് ദർശന അക്കാദമി. 10,000ങ്ങളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നവരല്ല ഇവിടെ ഉള്ളത്. 100 കണക്കിന് കുട്ടികളിൽ ഒരാളാണ് നിങ്ങളുടെ കുട്ടി. അപ്പോൾ അതിൻ്റെതായ കെയർ കൊടുത്തുകൊണ്ട് ഏറ്റവും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുത്ത് നല്ല ഡോക്ടർമാരെ വാർത്തെടുക്കാനാണ് ദർശന അക്കാദമി ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് എണ്ണം പറയുവാനായിട്ട് കുറേ ഡോക്ടർമാരെന്നല്ല, നല്ല ഡോക്ടർമാർ, സമൂഹത്തിന് ആവശ്യമുള്ള നല്ല ഡോക്ടർമാരെ, നല്ല എഞ്ചിനീയർമാരെ. ഏറ്റവും ബഹുമാനപ്പെട്ട ദർശന അക്കാദമിയുടെ കോർഡിനേറ്റർ ടോബിൻ സാർ, പ്രിയപ്പെട്ട ദർശന കുടുംബാംഗങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ആദ്യമായി തന്നെ എല്ലാവരെയും ദർശന അക്കാദമിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ്. സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ സ്വപ്നങ്ങൾ, ചില സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹവും വേണം. ആഗ്രഹത്തോടു കൂടി സ്വപ്നങ്ങളെ പിന്തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാണ്ട് പറ്റും. എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു ടീച്ചറാകുക എന്നുള്ളത്. അപ്പോൾ അത് ടീച്ചറായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണും, ടീച്ചറാകുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സ്വപ്നത്തിന് വേണ്ടി ആഗ്രഹത്തോടു കൂടി ഹാർഡ് വർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇന്ന് ടീച്ചിങ് ഫീൽഡിൽ പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും പലതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു ഡോക്ടർ ആകണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽ, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകണം. അങ്ങനെ പല പല സ്വപ്നങ്ങൾ കാണുന്നവരാണ് നിങ്ങൾ. അപ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഈ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ആഗ്രഹത്തോടു കൂടി ഹാർഡ് വർക്ക് ചെയ്യണം. ആഗ്രഹത്തോടു കൂടി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. +2 എക്സാമൊക്കെ കഴിഞ്ഞു. ചില എക്സാംസൊക്കെ അല്പം ബുദ്ധിമുട്ടായിരുന്നു, ചിലതൊക്കെ ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റേറ്റിൻ്റെ കെമിസ്ട്രി, CBSEയുടെ ഫിസിക്സ്, അങ്ങനെ കുട്ടികളെല്ലാം പറയുന്നുണ്ട് ഇന്ന എക്സാമാണ്. അപ്പം നമ്മളിവിടെ കുട്ടികളോട് കാണുമ്പോൾ തന്നെ അവർ പറയും, അച്ഛാ ഇത് എക്സാം പാടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ പറയും ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷേ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എക്സാം കഴിഞ്ഞു, ഇനി അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ നമ്മൾ എന്തുമാത്രം വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകും. എന്നാൽ നമ്മുടെ ഇപ്പോൾ ആഗ്രഹം എന്നുള്ളത് മെഡിക്കൽ ഓർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സ്വപ്നവും ആഗ്രഹവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്. ചിലർ ലോങ് ടൈം കോഴ്സുകൾ ചെയ്തു, ചിലത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ചെയ്തു, ചിലർ ഒരു കോഴ്സും ചെയ്തിട്ടില്ല. പക്ഷേ നേരെ ഇപ്പം നമ്മൾ ദർശന അക്കാദമിയുടെ ക്രാഷ് കോഴ്സായ ദർശന 360 ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഏതാനും ദിവസങ്ങൾ, ഒരു മാസം അടുത്തുള്ളൂ 2 കോഴ്സിനും. ഏത് എൻട്രൻസിനാണെങ്കിലും നമ്മുടെ എൻട്രൻസ് എക്സാം 2025 നീറ്റ് എക്സാം വരാൻ പോകുന്നത് മെയ് 4-ാം തീയതി. കീമിൻ്റെ എക്സാം ഏപ്രിൽ 20-23 ശേഷം. അതായത് നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് ആഗ്രഹത്തോടു കൂടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ദിവസങ്ങൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ദർശന അക്കാദമിയുടെ ക്രാഷ് കോഴ്സായ ദർശന 360 നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ഈ കോഴ്സ് ഏറ്റവും നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടി ഈ വർഷം തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ അഡ്മിഷൻ നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. 1800കളിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു വിശുദ്ധനായിരുന്നു ചാവറ പിതാവ്, CMA സഭയുടെ സ്ഥാപകൻ. 1800കളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ട്, അത് മാന്നാനത്ത് ആദ്യത്തെ സംസ്കൃത സ്കൂള്, അന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ ആരും വേണ്ട അല്ലെങ്കിൽ അവർക്ക് അവസരമില്ല എന്നിരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും പഠിക്കുവാനായിട്ട് ചാവറയച്ചന് അന്ന് അവസരമൊരുക്കി. ആ ചാവറയച്ചൻ്റെ അതേ പാത പിന്തുടരുന്നവരാണ് ഞങ്ങൾ CMA വൈദികർ. CMA സഭയുടെ ഈ ദർശന അക്കാദമിയും അതുതന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ പഴയൊരു കൺസെപ്റ്റ് ഉണ്ട്, സമൂഹത്തിലുള്ള എല്ലാ ടോപ്പേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പഠിക്കുന്നവർക്ക് മാത്രമേ ഈ MBBS അല്ലെങ്കിൽ എഞ്ചിനീയർ ഒക്കെ ആകാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും പറ്റത്തില്ലെന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു.
ആ ചിന്താഗതി നിന്നിരുന്ന സമയത്താണ് 35 വർഷങ്ങൾക്ക് മുമ്പ് ദർശന അക്കാദമി എന്ന എൻട്രൻസ് കോച്ചിങ് സെന്റർ വന്നത്. അത് സാധാരണക്കാർക്ക് വേണ്ടി, സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക്, ആഗ്രഹത്തോടെ കഴിവോടുകൂടി വരുന്ന കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കുക, എഞ്ചിനീയർ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദർശന അക്കാദമി തുടങ്ങിയത്. ഇന്നും ദർശന അക്കാദമി അതിൻ്റെ ആ കർത്തവ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അത് എത്രമാത്രം കഴിവുകളുണ്ടോ എന്നൊന്നും നോക്കാറില്ല. പക്ഷേ അവരുടെ ആഗ്രഹമാണ് ദർശന അക്കാദമി നോക്കുന്നത്. എത്രമാത്രം അവർക്ക് ആഗ്രഹമുണ്ടോ, ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടോ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ എത്തിക്കും. അതായത് അവരുടെ സ്വപ്നങ്ങളെ സഫലമാക്കുവാനായിട്ട് പരിശ്രമിക്കും ദർശന. അവരുടെ സ്വപ്നങ്ങളുടെ കൂടെയുണ്ട് ദർശന അക്കാദമിയും, ദർശന അക്കാദമിയിലെ ഓരോ അംഗങ്ങളും. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് ക്രാഷ് കോഴ്സ്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സ് ഏറ്റവും നന്നായിട്ട് പഠിക്കുക. എക്സാംസ് ഒക്കെ ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ ഡെയിലി ഇവാലുവേഷൻ ഉണ്ട്, വലിയ പ്രോസസ്സാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളെയും പേഴ്സണലായിട്ട് കെയർ കൊടുക്കുന്ന സ്ഥലമാണ് ദർശന അക്കാദമി. 10,000-ങ്ങളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നവരല്ല ഇവിടെ ഉള്ളത്. 100 കണക്കിന് കുട്ടികളിൽ ഒരാളാണ് നിങ്ങളുടെ കുട്ടി. അപ്പോൾ അതിൻ്റെതായ കെയർ കൊടുത്തുകൊണ്ട്, ഏറ്റവും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുത്ത് നല്ല ഡോക്ടർമാരെ വാർത്തെടുക്കാനാണ് ദർശന അക്കാദമി ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് എണ്ണം പറയുവാനായിട്ട് കുറേ ഡോക്ടർമാരെന്നല്ല, നല്ല ഡോക്ടർമാർ, സമൂഹത്തിന് ആവശ്യമുള്ള നല്ല ഡോക്ടർമാരെ, നല്ല എഞ്ചിനീയർമാരെയും, ഏത് കോഴ്സാണെങ്കിലും നല്ല ഒരു ആൾക്കാരെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവരാനാണ് ദർശന അക്കാദമിയുടെ ആഗ്രഹവും. അതിനുവേണ്ടിയാണ് ദർശന അക്കാദമി പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 2025 ക്രാഷ് കോഴ്സ് ദർശന 360, അതായത് 360 നമുക്കറിയാം, 360 ഡിഗ്രി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു സർക്കിൾ കംപ്ലീറ്റ് ആകുന്ന 360-ലാണ്. അപ്പോൾ നമ്മൾ അതിൽ 360 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ +1 +2 ടോപ്പിക്കുകൾ മുഴുവൻ നമ്മൾ കവർ ചെയ്യും. അത് പഠിച്ച് നമുക്ക് എൻട്രൻസിന്, ഇനി നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലാണ് ഇതിൻ്റെ മെജോറിറ്റി. ഞങ്ങൾ ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കും, മെറ്റീരിയലുണ്ട്, എക്സാംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബാക്കി നിങ്ങൾ തീരുമാനിക്കണം ഞാൻ എത്രമാത്രം വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഇനി നമുക്ക് വീണ്ടും ക്ലാസ് റൂമിൽ കാണാം, ഫിസിക്സിൻ്റെ ക്ലാസ് എടുക്കാൻ നേരത്ത്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം. എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി.